വി എസ് അച്യുതാനന്ദന്റെ വിശ്വസ്തൻ എ സുരേഷിനെ മലമ്പുഴയിൽ മത്സരിപ്പിക്കാൻ കോൺഗ്രസിന്റെ പരിപാടി. സുരേഷിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. എ സുരേഷുമായി കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തി തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് എ സുരേഷ് മീഡിയ വണ്ണോട് അല്പസമയം മുൻപ് സംസാരിക്കവേ വ്യക്തമാക്കിയത്. സാജിദ് അജ്മൽ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അതിനു മുമ്പ് സുരേഷിന്റെ ടെലിഫോൺ പ്രതികരണം കേൾക്കാം. തൽക്കാലം ഞാനൊരു തീരുമാനം എടുത്തിട്ടില്ല. ഞാനിപ്പോഴും ഒരു ഇടതുപക്ഷ അനുഭാവിയായി തുടരുക തന്നെയാണ്. ഞാൻ നേരത്തെ നിങ്ങളോടൊക്കെ പറഞ്ഞ പോലെ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് 10-ലേറെ കൊല്ലമായി. ഞാനൊരു 3 അപ്പീൽ സംസ്ഥാന സെക്രട്ടറിക്കും കൊടുത്തു, ഒരു അപ്പീൽ പാലക്കാട് ജില്ലാ സെക്രട്ടറിക്ക് കൊടുത്തു. ഇതുവരെയായിട്ടൊരു മറുപടി പോലും തന്നിട്ടില്ല. എന്തുകൊണ്ട് ഞാൻ പാർട്ടി അനുഭാവിയായി ഇടതുപക്ഷ അനുഭാവിയായിട്ട് ഞാൻ തുടരുകയാണ്. ഞാനിപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അത്തരം കാര്യങ്ങൾ കൊടുത്ത വാർത്തയെ സംബന്ധിച്ചൊരു തീരുമാനം എൻ്റെ ഭാഗത്ത് നിന്ന് വ്യക്തിപരമായി ഞാൻ എടുത്തിട്ടില്ല. ആരാണ് ബന്ധപ്പെട്ടത്? അത് ഡിസ്ക്ലോസ് ചെയ്യാൻ തയ്യാറല്ല. മലമ്പുഴയിൽ താങ്കളെ പോലെ ഒരാൾ വി എസിന്റെ സന്തത സഹചാരിയിൽ നിന്ന് ഒരാൾ മത്സരിച്ചാൽ ഒരു വിജയ സാധ്യത ഉണ്ടെന്ന് KPCC കണക്കൂട്ടുന്നു. അതിന് രാഷ്ട്രീയം എന്താ? ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചതിൻ്റെ കൂട്ടത്തിൽ ഇതും പറഞ്ഞിരുന്നു, വാസ്തവമാണ്, നിഷേധിക്കുന്നില്ല. പക്ഷെ ഞാൻ അത്തരം ഒരു കാര്യം തീരുമാനം എടുത്തിട്ടില്ല. പാർട്ടി മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഇല്ല, പരിഗണിച്ചിട്ടില്ല. അല്ല, പ്രതിഷേധം എന്ന് പറയാൻ കഴിയില്ല. കാരണം ഞാനിപ്പോൾ 10-12 കൊല്ലം എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് അതിൽ പ്രതിഷേധിക്കാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ കേരളത്തിൽ ഇടതുപക്ഷം നിലനിൽക്കണമെന്നും ഇടതുപക്ഷ മൂല്യങ്ങൾ ചോരാൻ പാടില്ല എന്നും വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ കേരളത്തിലുണ്ട്. ഇവിടെ പാർട്ടി ഉണ്ടാവണം. പണ്ട് വിജയൻ മാഷ് പറഞ്ഞ പോലെ ഇങ്ങനെ പോയാൽ ഇടതുപക്ഷ മൂല്യങ്ങൾ തകർന്നാൽ പാർട്ടി ഉണ്ടാവില്ല, ജനങ്ങൾ കൂടി ഉണ്ടാവില്ല, പാർട്ടി ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഞാൻ. ഇന്നലെ ഈ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ തകരുകയാണ് എന്നുള്ള രീതിയിൽ ആളുകൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അല്ല, അങ്ങനെ ആശങ്കയുള്ള ഒരുപാട് എഴുത്തുകാരുണ്ട്, ഒരുപാട് ജനങ്ങളുണ്ട്, സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ആളുകൾ ഈ പാർട്ടി ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ കൂട്ടത്തിലാണ് ഞാൻ. സച്ചിദാനന്ദ മാഷ് പറഞ്ഞോടും യോജിപ്പാണ് അല്ലേ? അല്ല, സച്ചിദാനന്ദ മാഷെ പോലുള്ള പല ആളുകളും അത്തരം അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. എന്നെപ്പോലുള്ള അനുഭാവികളുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഇവിടെ പാർട്ടി ഉണ്ടാവണം, ഇടതുപക്ഷ മൂല്യങ്ങൾ തകരാൻ പാടില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. VS ഒരു ലെഗസി കയറുന്നൊരു മണ്ണാണ് മലമ്പുഴ. അവിടേക്ക് VSനൊപ്പം കാലങ്ങളായി കൂടെ ഉണ്ടായിരുന്ന എ സുരേഷിനെ അവർ വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പൊളിറ്റിക്സ് എത്രത്തോളം ഉണ്ട് എന്നാണ് അങ്ങ് വരുന്നത്? തീർച്ചയായിട്ടും ഒരു പൊളിറ്റിക്സ് ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ടും. ഞാൻ അതിലൊരു തീരുമാനം എടുത്തിട്ടില്ല. കോൺഗ്രസ് ഇപ്പോഴും മനസ്സുകൊണ്ട്, അല്ലെങ്കിൽ UDF മനസ്സുകൊണ്ട്, ഇപ്പോഴും ഇടതുപക്ഷം വിടാൻ മനസ്സുകൊണ്ട് ഇപ്പോഴും തീരുമാനം? അല്ല, ഇടതുപക്ഷം ഞാൻ ഒരിക്കലും വിടില്ല. ഞാനൊരു പാർട്ടിയിലും ചേരാൻ ഉദ്ദേശിക്കുന്നില്ല. ഇടതുപക്ഷ മൂല്യങ്ങൾ എപ്പോഴും ഉയർത്തിപ്പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനൊരു പാർട്ടിയിലും ചേരാൻ ഇതുവരെ ഉദ്ദേശിച്ചിട്ടില്ല. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് UDF ഒരു സപ്പോർട്ട്? ഞാൻ പറഞ്ഞല്ലോ, അവർ സംസാരിച്ച കൂട്ടത്തിൽ ഇതും സംസാരിച്ചിരുന്നു. ഞാൻ അതിലൊരു തീരുമാനം എടുത്തിട്ടില്ല. പാർട്ടിയിൽ ചേരുന്നത് സംസാരിച്ചിരുന്നു, പല കാര്യങ്ങളും സംസാരിച്ചിരുന്നു. ഞാനൊരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. ഞാൻ അവരെ അറിയിച്ചിട്ടില്ല. ഓക്കെ, താങ്ക് യു. മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ സന്തത സഹചാരിയായിരുന്ന അദ്ദേഹത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്ന എ സുരേഷ് കേരളത്തിന് സുപരിചിതമായിട്ടുള്ള ഒരു മുഖമാണ്. പക്ഷേ വി എസ് അച്യുതാനന്ദൻ പിണറായി വിജയൻ വിഭാഗിത കാലത്തിന്റെ ഒരു ഉപോൽപ്പന്നം എന്ന നിലയ്ക്ക് നടപടിയെടുക്കപ്പെട്ട് പുറത്തേക്ക് പോയിട്ടുള്ള ആളാണ് എ സുരേഷ് എന്ന് നമുക്കറിയാം. സുരേഷ് പക്ഷേ പാർട്ടി അനുഭാവിയായി നിലകൊള്ളുന്നു. ചില ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം മൃദുവായ പാർട്ടി വിമർശനം പരോക്ഷമായി ഉന്നയിക്കുന്ന ഒഴിച്ചു നിർത്തിയാൽ ഇപ്പോഴും CPIMന്റെ അനുഭാവിയായി തന്നെ നിലകൊള്ളുന്ന ആളാണ്. അദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞ പോലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് അടക്കം 3 തവണ തന്നെ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം അപ്പീൽ കൊടുത്തുവെങ്കിലും പാർട്ടി അത് പരിഗണിച്ചിട്ടില്ല. കഴിഞ്ഞ 10 വർഷമായി പാർട്ടിയുടെ പുറത്ത് നിൽക്കുകയാണ് അദ്ദേഹം. അപ്പോൾ ആ പ്രശ്നം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പം ഇന്നത്തെ ഈ പ്രതികരണത്തിൻ്റെ ഒരു സവിശേഷത നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. അദ്ദേഹം പറയുന്നത്, കോൺഗ്രസ്സുകാർ എന്നെ സമീപിച്ചു, മലമ്പുഴയിൽ നിങ്ങൾ മത്സരിക്കണം, വി എസ് അച്യുതാനന്ദനോടുള്ള ആളുകളുടെ സെന്റിമെന്റ്സ് താങ്കൾ നിന്നാൽ വർക്കാകുമെന്ന് പറഞ്ഞു എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. പക്ഷേ താൻ മത്സരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുക വഴി മത്സരിക്കാനുള്ള ഒരു സാധ്യത സുരേഷ് അവിടെ അവശേഷിപ്പിക്കുകയാണ്. കോൺഗ്രസ്സുകാർ എന്നെ വന്ന് കണ്ടു, ഇടതുപക്ഷക്കാരനായ ഞാൻ എങ്ങനെ കോൺഗ്രസിൻ്റെ കൂടെ ചേരാൻ എന്ന കഠിനമായ വാക്കുകളൊന്നും അദ്ദേഹം പറയുന്നില്ല. അവർ വന്ന് കണ്ടു, ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞ അദ്ദേഹം പല കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ കാര്യം ഇതാണ്, പാർട്ടിക്ക് ഞാൻ 3 തവണയായി അപ്പീൽ കൊടുത്തത് പരിഗണിച്ചിട്ടില്ല. അത് പരിഗണിച്ചാൽ അദ്ദേഹം സ്ഥാനാർത്ഥിയാവുന്നതിൽ നിന്ന് ഒഴിയും എന്നാണോ നാം മനസ്സിലാക്കേണ്ടത്? ഞാൻ ഒരു പാർട്ടിയിലും ചേരുന്നില്ല, ഇടതുപക്ഷക്കാരനായി തുടരും. അപ്പോൾ ഏതെങ്കിലും ഒരു ഇടതു പ്ലാറ്റ്ഫോമിനൊപ്പം നിന്നുകൊണ്ട് ഇപ്പോൾ RMP മോഡലിലൊക്കെ UDFന് വേണ്ടി മത്സരിക്കാൻ, UDF പിന്തുണയോടെ മത്സരിക്കാൻ, അല്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ ആണോ അദ്ദേഹം പദ്ധതിയിടുന്നത്? അങ്ങനെ പല ചോദ്യങ്ങളുണ്ട്. എൻ്റെ കൂടെ സാജിദ് അജ്മൽ ചേരുന്നു പാലക്കാട് നിന്ന്. സാജിദ്, ഈ മലമ്പുഴയിൽ ഈ സുരേഷിൻ്റെ ഒരു സാധ്യത എന്തുമാത്രമാണ്? എന്ന് വെച്ചാൽ സുരേഷ് മത്സരിക്കാനുള്ള സാധ്യത അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണത്തിൽ നിന്ന് കാണുന്നത് എന്താ പറയുക, ഒരു ക്രിട്ടിക്കൽ ലെഫ്റ്റ് എന്ന പൊസിഷനിൽ നിന്നുകൊണ്ട് മത്സരിക്കാം എന്നാണോ അദ്ദേഹത്തിൻ്റെ ഒരു മൂഡ്?
നിഷാദ്, വി എസിന്റെ നിഴലായി അദ്ദേഹത്തോടൊപ്പം പതിറ്റാണ്ടുകൾ മലമ്പുഴയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഇറക്കുകയാണെങ്കിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാകും എന്ന് കോൺഗ്രസ് കരുതുന്നു. അദ്ദേഹം മറ്റൊരു പാർട്ടിയിൽ ചേരില്ലെന്ന് ഒരു സംശയത്തിനും ഇടമില്ലാതെ പറയുന്നുണ്ട്. അതായത് കോൺഗ്രസിൽ അദ്ദേഹം ചേരില്ല. പക്ഷേ അദ്ദേഹം ഈ ഇടതുപക്ഷ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ സ്വതന്ത്രനായി മത്സരിക്കുകയും UDF അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയും ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് തെളിയുന്നത്. ഈ സാധാരണ നമുക്കറിയാം സുരേഷ് വി എസിന്റെ ഒരു PA എന്നുള്ളതിനപ്പുറം അദ്ദേഹത്തിന്റെ നിലപാടുകൾ കൃത്യമായി എടുത്ത ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ ഈ വലിയ CPM നേതാവിന്റെ ഈ പേഴ്സണൽ സ്റ്റാഫിനെതിരെ ഏറ്റവും കൂടുതൽ അച്ചടക്ക നടപടി എടുത്തത് വി എസിന്റെ സ്റ്റാഫുകൾക്കാണ്. അതും ഇദ്ദേഹത്തിന്റെ നിലപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തന്നെയായിരുന്നു. സാധാരണഗതിയിൽ സുരേഷിന് വേണമെങ്കിൽ താൻ ഒരു മത്സരത്തിനുമില്ല എന്ന് പറയാം. പക്ഷെ അദ്ദേഹം അപ്പോഴും താൻ ഇടതുപക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു, CPM എന്ന പാർട്ടി ഉണ്ടാകണം എന്ന് താൻ ആഗ്രഹിക്കുന്നു, മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരുപക്ഷെ അദ്ദേഹം ഒരു സ്വതന്ത്ര ചിഹ്നത്തിൽ UDF സ്ഥാനാർത്ഥിയായി മലമ്പുഴയിൽ നിന്ന് മത്സരിക്കാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് ഈ VS സ്നേഹിക്കുന്ന ആളുകളുടെ വലിയ വോട്ട്, പ്രത്യേകിച്ച് ഈ ഒരു 50 വയസ്സിന് മുകളിലുള്ള ആളുകളുടെ എല്ലാം വലിയ പിന്തുണ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത്. കോൺഗ്രസ് അത്തരത്തിലുള്ളൊരു കൃത്യമായ പഠനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സുരേഷുമായി സംസാരിച്ചിട്ടുള്ളത്. അത് ഒരു 2ലധികം തവണ ആ സംസാരം നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരുപക്ഷെ പുതുതലമുറ വോട്ടർമാർക്ക് അദ്ദേഹത്തെ പരിചയം ഉണ്ടാവില്ല. എന്നാൽ നേരത്തെ ഉള്ള അദ്ദേഹം VS കൂടെ കൃത്യമായി പ്രവർത്തിച്ചതാണ്. VS കൂടെ യാത്ര ചെയ്ത് തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടികളിൽ പങ്കെടുത്തതാണ്. അതുകൊണ്ട് ഈ മണ്ഡലത്തെ കുറിച്ച് കൃത്യമായ ധാരണയുള്ള വ്യക്തിയാണ്. മണ്ഡലത്തിലെ ആളുകളുമായി വലിയ അടുപ്പമുള്ള വ്യക്തിയാണ്. ആ നിലയ്ക്ക് ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം LDF സ്ഥാനാർത്ഥി, CPM സ്ഥാനാർത്ഥി നിലവിൽ അവിടെയുള്ള MLA A പ്രഭാകരൻ ആവാനാണ് സാധ്യത. അദ്ദേഹവും VS PA ആയിരുന്നു. അങ്ങനെ ഒരുപക്ഷെ VS 2 PAകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ചയിലേക്ക് മലമ്പുഴ മാറാം. അതോടൊപ്പം ഈ സുരേഷിനെ സ്ഥാനാർത്ഥിയാക്കുകയാണെങ്കിൽ അത് വാർത്തകളിൽ വലിയൊരു ഇടം ലഭിക്കുകയും അത് ഈ മലമ്പുഴയിൽ ഒരു ഓളം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഈ കോൺഗ്രസ് കണക്ക് കൂട്ടുന്നു. ഈ നിലവിലെ ഇടതുപക്ഷത്ത് നിന്ന് കിട്ടുന്ന ഒരാളെ കൊണ്ടുവന്ന് VS അച്യുതാനന്ദൻ മുന്നോട്ട് വെച്ച ചില ഘട്ടങ്ങളിൽ VS അച്യുതാനന്ദൻ പാർട്ടിക്കകത്തെടുത്ത ചില റിബൽ വാല്യൂസ് ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ ഒരു പ്രതിനിധാനമാക്കി സുരേഷിനെ മാറ്റാൻ കഴിയുമെന്ന ആലോചന കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കാണണം. അല്ല സാജിദ, ഇന്നിപ്പോൾ സുരേഷ് തരുന്ന സൂചന എന്താണ്? സുരേഷ് പറയുന്നു ഞാൻ 3 തവണ പാർട്ടിക്ക് അപ്പീൽ കൊടുത്തു, എന്നെ തിരിച്ചെടുക്കണം, എടുത്തില്ല. എന്ന് വെച്ചാൽ പാർട്ടിക്ക് എന്നെ വേണ്ടാതായിരിക്കുന്നു. എനിക്ക് വേണമായിരുന്നു, പക്ഷെ പാർട്ടിക്ക് എന്നെ വേണ്ട. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് എന്താണ്? ഞാൻ ഒരിക്കലും ലെഫ്റ്റ് വിട്ടു പോവില്ല, ലെഫ്റ്റിന്റെ ഭാഗമല്ലാതെ മത്സരിക്കാൻ വെച്ചാൽ ലെഫ്റ്റ് അല്ലാതെ വേറൊരു പാർട്ടിയിൽ ചേരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. അപ്പോൾ അതിൽ വളരെ ക്ലിയർ ആണോ? ഞാൻ പാർട്ടിയുമായി ചേർന്ന് നിൽക്കാനും മടങ്ങിപ്പോകാനും ആഗ്രഹിച്ചു, പാർട്ടിക്ക് എന്നെ വേണ്ടതായിരിക്കുന്നു, സോ ഞാൻ മാറുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? പാർട്ടിയെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗമായി ഒരു ലെഫ്റ്റ് പൊസിഷനിൽ മത്സരിക്കുന്നു, അതിന് UDF പിന്തുണ വാങ്ങുന്നതിൽ തെറ്റില്ല എന്ന ഭാഗം അദ്ദേഹം വളരെ പ്രാഥമികമായി ഇങ്ങനെ വിശദീകരിച്ചെടുക്കുകയാണോ? തീർച്ചയായും നമുക്കറിയാം ഈ സുരേഷിനെ പുറത്താക്കിയ വിഷയത്തിൽ ആണ് CPM-ഉം VS തമ്മിൽ, CPM ഔദ്യോഗിക നേതൃത്വവും VS തമ്മിലുള്ള ഒരു പ്രധാന പ്രശ്നങ്ങളുടെ ഒരു കാരണം ഈ സുരേഷ് അടക്കമുള്ള ആളുകളെ പുറത്താക്കിയതാണ്. VS പോലും ശ്രമിച്ചിട്ടും സുരേഷിനെ തിരിച്ചെടുത്തില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഈ പാർട്ടിക്ക് അത് ഈ MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷവും അദ്ദേഹത്തിനും കൊടുത്തിരുന്നു, കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആകുമ്പോൾ കൊടുത്തിരുന്നു, CPM ജില്ലാ സെക്രട്ടറിമാർക്ക് കൊടുത്തിരുന്നു. ഇങ്ങനെ ഈ പല തവണ താൻ ഈ തന്നെ തിരിച്ചെടുക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടും തന്നെ തിരിച്ചെടുത്തില്ല. അന്ന് VS കൂടെ വിഭാഗീയതയുടെ ഭാഗമായി പുറത്താക്കിയ പല ആളുകളെയും, പാലക്കാട് ജില്ലയിലെ പല ആളുകളെയും തിരിച്ചെടുത്തപ്പോഴും VS കൂടെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന പേഴ്സണൽ സ്റ്റാഫിലെ അംഗമായ തന്നെ തിരിച്ചെടുത്തില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതായത് താൻ കൃത്യമായ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു
വെക്കുകയാണ്. പക്ഷേ താൻ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും പാർട്ടി തന്നെ എടുക്കുന്നില്ല. അതുകൊണ്ട് ഒരു പൊതുപ്രവർത്തകനായ താൻ ഈ ഇടതുപക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോഴും അദ്ദേഹം ഈ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നില്ല. താൻ അതിലൊരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് മാത്രമാണ് പറയുന്നത്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ പഴയ മണ്ഡലത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് മത്സരിക്കാം എന്നുള്ളത് തന്നെയാണ്. മത്സരിച്ചാൽ വിജയിക്കുക എന്നുള്ളതിനപ്പുറം ഇടതുപക്ഷത്തിന് വലിയൊരു വെല്ലുവിളി ഉയർത്താൻ കഴിയും. ഒരു സെക്കൻഡ് സാജിദ്.